കൂട്ടബലാത്സംഗത്തിനാണ് ആ നിയമ വിദ്യാർത്ഥി ഇരയായത് എന്നുള്ളതാണ്. 4 പേരാണ്. 2012 നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു പ്രക്ഷോഭം. ആ പേര് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം അത് തൃണമൂൽ കോൺഗ്രസ്സിൽ ഇവർ എന്ത് ചെയ്താലും ഇവർക്ക് സംരക്ഷണം കിട്ടും എന്നുള്ള ഒരു മനോധൈര്യം. ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഒരു 10 മാസത്തിനിടയിൽ രാജ്യത്തെ വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് പോകുന്ന തരത്തിൽ എന്തുറപ്പിന്റെ പേരിലാണ് സമാധാനത്തോടെ മാതാപിതാക്കൾ വീട്ടിലിരിക്കുക എന്നത് ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. നമസ്കാരം. നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്താണ് ഓരോ പെൺമക്കളെയും അന്യസംസ്ഥാനങ്ങളിലടക്കം ഉന്നത വിദ്യാഭ്യാസത്തിനായി അയക്കുന്നത്. അവർ അവിടെ സുരക്ഷിതരായിരിക്കും. അവരെ കരുതാൻ അധ്യാപകർ, സഹപാഠികളൊക്കെ ഉണ്ടെന്ന വിശ്വാസം. ആ വിശ്വാസത്തിൽ മാത്രം ആശ്വാസത്തോടെ ഇരിക്കുന്നവരാണ് ഭൂരിഭാഗവും മാതാപിതാക്കൾ. കഴുകന്മാർ വട്ടമിട്ട് പറക്കുകയാണ്. അമ്മക്കോഴി കോഴിക്കുഞ്ഞുങ്ങളെ കരുതും പോലെ ഓരോ അമ്മമാരും തൻ്റെ മക്കളെ ചിറകിൽ ഒളിപ്പിക്കേണ്ട അവസ്ഥ. ക്യാമ്പസുകളിൽ പോലും പെൺമക്കൾ സുരക്ഷിതരല്ല. നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾ എത്രത്തോളം സുരക്ഷിതർ? ഈ വിഷയമാണിന്ന് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്. പ്രിയ പ്രേക്ഷകർക്ക് വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. അമ്പിളി, ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ജൂൺ 25 നടന്ന കൊൽക്കത്ത കൂട്ടബലാത്സംഗം തന്നെയാണ്. എനിക്ക് തോന്നുന്നു അമ്പിളിയുടെ മനസ്സിലേക്കോ അത് തന്നെയായിരിക്കും ആദ്യം എത്തുക. കാരണം റീസെൻ്റ്ലി നടന്നൊരു വിഷയമാണല്ലോ. കൂട്ടബലാത്സംഗത്തിനാണ് ആ നിയമ വിദ്യാർത്ഥി ഇരയായത് എന്നുള്ളതാണ്. 4 പേരാണ് ആ കുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. ഒന്ന് ഒരു പൂർവ്വ വിദ്യാർത്ഥി, 2 വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നു, ഒപ്പം സെക്യൂരിറ്റി ജീവനക്കാരൻ എന്ന് പറയുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ്. എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരാളാണ്. ആ ഒരാളാണ് ഈ കുട്ടിയെ അത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കുന്നത് എന്നുള്ളതാണ്. കാലുപിടിച്ച് കരഞ്ഞിട്ടും അത്തരത്തിൽ കൂട്ട ബലാത്സംഗത്തിന് ഈ കുട്ടി ഇരയാക്കപ്പെടുകയാണ്. ആ മാതാപിതാക്കളുടെ അവസ്ഥ, ഈ കുട്ടിയുടെ അവസ്ഥ, ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ, ഇതൊക്കെ നോക്കുമ്പോൾ പേടിയാകുന്നു അമ്പിളി. അശ്വതി, നമുക്കറിയാം 2012 നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു പ്രക്ഷോഭം. അത് നമുക്കറിയാവുന്നത് പോലെ തന്നെ നിർഭയ സമരം. അത് കഴിഞ്ഞ് ഏകദേശം 13 വർഷം പിന്നിട്ടു. നിർഭയ പ്രതിഷേധം എന്ന് പറയുന്നത് രാജ്യതലസ്ഥാനത്ത് ഇന്ത്യ ഗേറ്റിനടുത്ത് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധവും പ്രക്ഷോഭമൊക്കെയാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ എല്ലാ മേഖലകളിലും പ്രകമ്പനം കൊള്ളിച്ചൊരു പ്രക്ഷോഭമായിരുന്നു. അതിനുശേഷം നമ്മുടെ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളും ഒരു പെൺകുട്ടിക്കും ഇനി ഇതുപോലെ അതിക്രൂരമായ ഒരു പീഡനത്തിനിരയാവേണ്ടി വരില്ല, അല്ലെങ്കിൽ ഒരു ദുരിതം അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലേക്കും അതുപോലുള്ള നിലപാടുകളിലേക്കും നിർഭയ നിയമം വരുന്നു. സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് കൂടുതൽ പ്രചാരണങ്ങൾ വരുന്നു. കൂടുതൽ നിയമ വ്യവസ്ഥകളൊക്കെ വന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. പക്ഷേ ഒരു 13 വർഷം നമ്മൾ പിന്നിടുമ്പോഴും അശ്വതി സൂചിപ്പിച്ച പോലെ ഇപ്പോഴും ഈ പെൺകുട്ടികളുടെ സുരക്ഷ, അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ എത്രത്തോളം പെൺകുട്ടികൾ സുരക്ഷിതരാണ് എന്നുള്ള നമ്മളെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ഓരോ ദിവസം വരുന്നത്. സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക ഈ കൊൽക്കത്തയിലെ നിയമ വിദ്യാർത്ഥിയുടെ പീഡനം തന്നെയാണ്. ആ കുട്ടി അതിക്രൂരമായ പീഡനത്തിനാണ് ഇരയായത് എന്നാണ് ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മജിസ്ട്രേറ്റിനും പോലീസിനും നൽകിയ മൊഴി കേൾക്കുമ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പീഡനത്തിനാണ് ആ കുട്ടി ഇരയായിട്ടുള്ളത്. ഒപ്പം തന്നെ വലിയ ഒരു ആശങ്കയുമുണ്ട്. എത്രത്തോളം സുരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ ക്യാമ്പസുകൾ കടന്നു പോകുന്നത് എന്നുള്ളത്. ഇതിന് കൃത്യം 10 മാസങ്ങൾക്ക് മുമ്പാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിനിയും ഇതുപോലെ തന്നെ അതിക്രൂരമായ പീഡനത്തിനിരയായി ആ കുട്ടി കൊല്ലപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ഈ നിയമ വിദ്യാർത്ഥിനി ആ കുട്ടി നേരിട്ട പീഡനം പുറത്തു പറയാൻ തയ്യാറാവുകയും അതുപോലെ തന്നെ അവരെ ആ പ്രതികൾ ആരാണോ അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോ കോളേജ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട അതുപോലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ഇതുപോലൊരു സുരക്ഷ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും എന്ന് കരുതുന്നിടത്താണ് ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടതെന്നുള്ളത്. ഒപ്പം അശ്വതി പറഞ്ഞ പോലെ ഈ 4 പേരിൽ 3 പേരും അഭിഭാഷകരാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമവ്യവസ്ഥയെക്കുറിച്ചും അല്ലെങ്കിൽ ബോധ്യവുമുള്ള ആളുകളാണ് ഈ അതിക്രൂരമായ പീഡനത്തിന് ഇരയായ കുട്ടിയും അതുപോലെ തന്നെ ഇരയാക്കപ്പെട്ടവരും. അപ്പോൾ അത് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതാണ്. അതുപോലെ അത് എത്രത്തോളം വലിയ രീതിയിൽ ഇനിയും ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട കാര്യം.
അമ്പിളി സൂചിപ്പിച്ച പോലെ തന്നെ നിർഭയ നമ്മൾ ആ കേസ് കണ്ടതാണ്, ആ പ്രക്ഷോഭം കണ്ടതാണ്. ഇന്ത്യ ഗേറ്റിലൊക്കെ വലിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. അമ്പിളി സൂചിപ്പിച്ച പോലെ തന്നെ ഈ 13 വർഷത്തിനിപ്പുറവും നമ്മുടെ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കൊൽക്കത്ത കേസ് എന്നുള്ളത്. നമുക്കറിയാം 4 പേരാണ് അമ്പിളി അതിൽ പ്രതികളായിട്ടുള്ളത്. അതിലൊരു മനോജ് മിശ്ര, ആ പേര് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം അത് തൃണമൂൽ കോൺഗ്രസ്സിൽ അംഗത്വമുള്ള ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ ആരാണ് ഇവരെയൊക്കെ കരുതുന്നത്, ആരാണ് ഇവർക്ക് സംരക്ഷണം നൽകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം രാഷ്ട്രീയം ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നതല്ല, പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതാവൊക്കെ ഉൾപ്പെടുമ്പോൾ അവർക്കൊരു മനോധൈര്യം കിട്ടുന്നുണ്ടോ? കാരണം ഇവർ എന്ത് ചെയ്താലും ഇവർക്ക് സംരക്ഷണം കിട്ടും എന്നുള്ള ഒരു മനോധൈര്യം ഇവർക്കുണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് അമ്പിളി. ഒപ്പം ഈ 4 പേരിൽ ഒരാൾ തൃണമൂൽ കോൺഗ്രസ്സിൽ വരുമ്പോഴത്തേക്കും ഇതൊരു രാഷ്ട്രീയ വിലപേശൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമെങ്കിലും അതിനപ്പുറത്തേക്ക് ആ കുട്ടിയുടെ മാനസികാവസ്ഥയും ആ മാതാപിതാക്കളെയൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. രാഷ്ട്രീയമായി പറയുമ്പോൾ BJPയും പ്രതിപക്ഷവും ഒക്കെ ഇതിൻ്റെ മുന്നിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ തൃണമൂൽ കോൺഗ്രസ്സിലെ ഒരു MLA MP അടക്കം ഈ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതും പോരാ, ഈ കുട്ടിയെ അധിക്ഷേപിച്ചുകൊണ്ട് പോലും രംഗത്ത് വന്നിട്ടുണ്ട്. ഈ മെഹുവാ മൈത്രയൊക്കെ അതിനെതിരെ സംസാരിച്ചുവെങ്കിലും അപ്പോൾ അവരുടെ മാനസികാവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ കുട്ടി പീഡനത്തിന് ഇരയാകുന്നു, അങ്ങനെയല്ല, രാഷ്ട്രീയ നേതാവല്ല എന്നൊക്കെ തൃണമൂൽ കോൺഗ്രസ്സിലുള്ളവർ തള്ളിപ്പറയുമ്പോഴും ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സ് എത്ര വിചിത്രമാണ്. അശ്വതി, ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഒരു കണക്കനുസരിച്ച് നമ്മുടെ രാജ്യത്ത് ഈ നിർഭയ നിയമം വന്നതിന് ശേഷവും ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ സ്കൂളിലായാലും സമൂഹത്തിലായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ പീഡിപ്പിക്കപ്പെടുന്ന എണ്ണം വളരെ കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ കൊൽക്കത്തയിലെ സംഭവമാണ്. ഒന്ന് RG മെഡിക്കൽ കോളേജിലെ സംഭവം, ഇപ്പോൾ ഏറ്റവും അവസാനം ഈ ലോ കോളേജിൽ വിദ്യാർത്ഥിനിക്കുണ്ടായ അതിക്രൂരമായ പീഡനം. ഇതുകൂടാതെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതേപോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പലയിടത്തും പെൺകുട്ടികൾ ഇതുപോലെ അതിക്രൂരമായ പീഡനത്തിനിരയാകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത് പറയുകയാണെങ്കിൽ ചെന്നൈയിൽ, അതുപോലെ ബാംഗ്ലൂരിൽ, ഡൽഹിയിലടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പല രീതിയിലാണ് പെൺകുട്ടികൾ ഇതുപോലെ തന്നെ പീഡനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു പല രീതിയിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ അതൊന്നും ചിലപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. നമ്മളറിയാത്ത എത്രയോ കേസുകൾ ഒതുങ്ങി പോകുന്നുണ്ട്. നമ്മളിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ചെന്നൈയിലെ അണ്ണ യൂണിവേഴ്സിറ്റിയിലാണെന്ന് തോന്നുന്നു ഒരു കുട്ടി സുഹൃത്തുമായി, എനിക്ക് തോന്നുന്നു ക്രിസ്മസിൻ്റെ അന്നാണ് എന്നാണ് ആ സംഭവം നടന്നതെന്നാണ് ഓർമ്മയിലുള്ളത്. അന്ന് ഒരു സുഹൃത്തുമായി നടന്നു പോകവേ ആ സുഹൃത്തിനെ അടിച്ച് പരിക്കേൽപ്പിച്ച് അവശനാക്കിയതിന് ശേഷമാണ് ഈ കുട്ടിയെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചു പോയി കൊണ്ട് പീഡിപ്പിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പസിലെ സുരക്ഷിതത്വം, ക്യാമ്പസിലെ മാത്രമല്ല എല്ലായിടത്തെയും സുരക്ഷിതത്വം ചർച്ചയാകേണ്ടതുണ്ട്. എങ്കിലും വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ സുരക്ഷിതരാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മാതാപിതാക്കൾ പോലും ഈ കുട്ടികളെ പഠിക്കാനായിട്ട് അയക്കുന്നത്. അപ്പോൾ എന്ത് വിശ്വാസത്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ എന്ത് ഉറപ്പിൻ്റെ പേരിലാണ് സമാധാനത്തോടെ മാതാപിതാക്കൾ വീട്ടിലിരിക്കുക എന്നതൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. സുരക്ഷിതരല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് സുരക്ഷിതമായൊരിടങ്ങളിലാണ്, അതിൽ എന്ത് സുരക്ഷയാണ് ക്യാമ്പസുകളിലായാലും ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും ഉറപ്പുവരുത്തേണ്ടത് എന്നുള്ളത് അധികാരികളാണ്. ഇപ്പോൾ കൊൽക്കത്തയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് മെഡിക്കൽ കോളേജാണ് ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനം, മറ്റൊന്ന് ലോ കോളേജ്. അവിടെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയാകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കിടയാകുന്നു. അശ്വതി പറഞ്ഞ പോലെ തന്നെ അത് രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വഴിവെക്കുന്നു. കൊൽക്കത്തയിൽ മമതാ ബാനർജിയാണ് മുഖ്യമന്ത്രി. ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഒരു 10 മാസത്തിനിടയിൽ രാജ്യത്തെ വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് പോകുന്ന തരത്തിലേക്കുള്ള വലിയ സംഭവ വികാസങ്ങൾ ആ കോളേജിൽ ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളും നമ്മുടെ രാജ്യം, കേന്ദ്ര സർക്കാരൊക്കെ ഇതിൽ എത്രത്തോളം ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്, മറ്റിടങ്ങളിലൊന്നുമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. ഈ RGകർ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറയുമ്പോൾ അവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് എത്രയോ പെൺകുട്ടികൾ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തു എന്നാണ് നമ്മൾ അന്നൊക്കെ. അതോ ആ കുട്ടിക്ക് ജീവൻ പോലും നഷ്ടപ്പെട്ടു, ആ ഡോക്ടർക്ക് ജീവൻ പോലും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ജീവൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഈ പീഡനത്തിന് ഇരയായ കുട്ടികൾ പോലും ചത്ത് ജീവിക്കുന്ന അവസ്ഥയിലേക്കാണ് ആ കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ്. പല അതിജീവിതമാരുണ്ടായെങ്കിൽ പോലും പിന്നീട് അവരുടെ ജീവിതം വലിയ കഷ്ടമാണ്. ഈ RGകർ മെഡിക്കൽ കോളേജിലെ സംഭവത്തിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചെങ്കിലും ഇപ്പോഴും മാതാപിതാക്കൾ പറയുന്നത് പല പ്രതികളും പുറത്താണെന്നാണ്. ഇതിലെ യഥാർത്ഥ പല പ്രതികളും ഇപ്പോഴും പുറത്തുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ നിയമ സംവിധാനങ്ങൾ, നിർഭയ നിയമം വന്നെങ്കിലും നിയമവ്യവസ്ഥയിൽ മാറ്റം വന്നെങ്കിലും അതൊക്കെ എത്രത്തോളം കാര്യക്ഷമമാകുന്നുണ്ട് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. ഒപ്പം തന്നെ വലിയ ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ നിയമം, അത് തന്നെയാണ് നിയമവ്യവസ്ഥകൾ മാറേണ്ടതുണ്ട്. ആ നിയമത്തെ പേടിയുണ്ടെങ്കിൽ
ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോകും. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥ തന്നെയാണ് ഇതിനെല്ലാം ആധാരം എന്നുള്ളതാണ്. നിയമവ്യവസ്ഥകൾ മാറേണ്ടതുണ്ട്. ഇത് ചെയ്യാൻ പോകുന്നവനൊന്നും ചിന്തിക്കുന്നില്ല. അത്തരത്തിലുള്ളൊരു നിയമവ്യവസ്ഥ, ശക്തമായ നിയമവ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് വരേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. പക്ഷേ നമ്മൾ രാഷ്ട്രീയമായി നോക്കുമ്പോൾ പല പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പല പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ BJP പോലും കന്യാസുരക്ഷ എന്ന പേരിലുള്ള പ്രക്ഷോഭം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും, ഇങ്ങനത്തെ ഓരോ ഇൻസിഡൻറ്റ് വരുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ പ്രതിഷേധം ഉണ്ടാകുന്നത്. പിന്നെ അത് കാലാകാലങ്ങളായി തേഞ്ഞു മാഞ്ഞു പോകുന്നു. പിന്നെ മറ്റൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് പോലും. അപ്പോൾ നിയമവ്യവസ്ഥ തന്നെ മാറേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 2012 ശരിക്കും നമ്മുടെ സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും പ്രചാരണമൊക്കെ നടന്നത്. പക്ഷെ അതിൽ കുറേ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ പോലീസ് അതുപോലെ കോടതി എല്ലാം നിലനിൽക്കുന്നുണ്ട്, അവരെല്ലാം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എവിടെയാണ് ഈ പാളിച്ചകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ പുറത്തു വരുന്ന വാർത്തകൾ നമ്മുടെ രാജ്യത്ത് വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്നുള്ള വാർത്തകൾ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതാണ്. ഈ 25 വയസ്സുള്ള കുട്ടിയാണ് പീഡിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിയമ സംവിധാനങ്ങളുണ്ട്, അത്തരത്തിലുള്ള കമ്മീഷനൊക്കെ ഉണ്ട്. ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദേശീയ വനിതാ കമ്മീഷനൊക്കെ ഈ ഒരു കൊൽക്കത്ത കേസിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ദേശീയ വനിതാ കമ്മീഷനൊക്കെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. കാരണം അവരെ സ്ഥലം കാണാൻ അനുവദിക്കുന്നില്ല, FIRലെ പകർപ്പ് അല്ലെങ്കിൽ FIRൽ എന്താണ് കാര്യങ്ങളുള്ളതെന്ന് അറിയിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വിമർശന രീതിയിലാണ് ദേശീയ വനിതാ കമ്മീഷൻ അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ നിയമമൊക്കെ എന്തിനാണെന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ സംഭവങ്ങളും നമ്മുടെ കൺമുൻപിൽ ഉണ്ടാകുമ്പോഴും ഇനിയും ആവർത്തിക്കില്ലെന്ന പ്രതീക്ഷ മാത്രമാണ് നമുക്കുള്ളത്. രാജ്യത്തെ നിയമവ്യവസ്ഥകൾ മാറേണ്ടതുണ്ട്. പൊളിച്ചെഴുത്തുകൾ അനിവാര്യമാണ്. ഇനിയെങ്കിലും പെൺകുട്ടികൾക്ക് നിർഭയം നടക്കാനും ജീവിക്കാനും ഒക്കെ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്.